മറ്റൊരു വാർത്തയിലേക്കാണ്. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് തെരുവ് നായ ആക്രമണത്തെ തുടർന്നാണെന്ന് സ്ഥിരീകരിച്ച് ഡോക്ടർ അരുൺ സക്രിയ. ക്യാപ്ചർ മയോപ്പതിയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയത്. ആക്രമണത്തിന്റെ പാടുകൾ മാനിന്റെ ശരീരത്തിലുണ്ട്. എല്ലാ കൂടുകളുടെയും സുരക്ഷ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അരുൺ സക്രിയ അറിയിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, ഈ മാനുകൾ ചത്തൊടുങ്ങിയത് ഈ തെരുവ് നായ ആക്രമണത്തെ തുടർന്നാണ് എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ദീപ്തി, ഇന്നലെ തന്നെ അരുൺ സക്രിയ ഉൾപ്പെട്ട സംഘം, CCF ഉൾപ്പെട്ട സംഘം ഈ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിയിരുന്നു. ഈ മാനുകൾ കൂട്ടത്തോടെ ചത്തു എന്ന വാർത്ത വന്നതോടെ അവർ വിശദമായി, ഈ വിദഗ്ധ സംഘം, അന്വേഷണ സംഘം വിശദമായി അവിടെ പരിശോധിച്ചു. ഈ മാനുകളെ പാർപ്പിച്ചിരുന്ന കൂട് ഉൾപ്പെടെ പുത്തൂർ പാർക്കിലുള്ള മറ്റു മൃഗങ്ങളുടെ കൂടും എല്ലാം പരിശോധിച്ചു. ഇതിൽ നിന്നാണ് ഇത്തരത്തിൽ, പിന്നെ മാത്രമല്ല ഈ ചത്ത മാനുകളുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. ഈ പോസ്റ്റ്മോർട്ടത്തിൽ ലഭിച്ച പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ അരുൺ സക്രിയ വ്യക്തമാക്കിയത്. അതായത് ക്യാപ്ചർ മയോപ്പതി എന്നൊരു പ്രത്യേക അവസ്ഥ വന്നതോടെയാണ് ഈ മാനുകൾ കൂട്ടത്തോടെ ചാവാനിടയായത്. അതായത് തെരുവുനായ കൂട്ടം ആണ് ഇത്തരത്തിൽ മാനുകൾ അധിവസിച്ചിരുന്ന സ്ഥലത്തേക്ക് ചാടി കടന്നത്, കൂട്ടിലേക്ക് കടന്നത്. ഒരു ചെറിയ ഒരു ഭാഗം ഉണ്ട്. ഈ തെരുവ് നായ്ക്കൾക്ക് എളുപ്പത്തിൽ ഈ കൂട്ടിലേക്ക് കടക്കാനുള്ള ഒരു ഭാഗമുണ്ട്. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് ഈ തെരുവ് നായ്ക്കൾ മാനുകളുടെ അടുത്തേക്ക് എത്തിയത്. അതിൽ മാനുകളെ ആക്രമിച്ചതിൽ ചില മാനുകൾക്ക് പരിക്കുണ്ട്. പക്ഷെ അത് മരണകാരണമായി കാണാൻ കഴിയില്ല. എല്ലാ മാനുകൾക്കും പരിക്കില്ല. പക്ഷെ ഈ ഇത്തരത്തിലുള്ള ഒരു കൂട്ടമായ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മാനുകൾ ഭയന്ന് ഓടി. അത്തരം ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ മാനുകൾക്ക് അന്ത്യം സംഭവിച്ചത് എന്നാണ് അരുൺ സക്രിയ പറയുന്നത്. ആ അവസ്ഥയുടെ ശാസ്ത്രീയ പേരാണ്, നാമമാണ് ഈ ക്യാപ്ചർ മയോപ്പതി എന്ന് പറയുന്നത്. ആ മാനുകൾ ഭയന്ന് വിറച്ച് കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവിടെയും ഇവിടെയും ഒക്കെ ചെന്ന് ഇടിച്ചു. അത്തരത്തിലുള്ള ഒരു ആഘാതത്തിലാണ് ഇത്തരത്തിൽ മാനുകൾ ചാവാൻ ഇടയായതെന്നാണ് അരുൺ സക്രിയ വ്യക്തമാക്കിയത്. അതിൽ ചില മാനുകൾക്ക് ഈ തെരുവുനായയുടെ കടിയേറ്റ് പരിക്കുകളുമുണ്ട്. എല്ലാ മാനുകൾക്കും എന്നാൽ പരിക്കുകളില്ല. എല്ലാ മാനുകളും ചാവാനിടയായതും ഈ ക്യാപ്ചർ മയോപ്പതി എന്നൊരു പ്രത്യേക അവസ്ഥയിൽ മാനുകൾ എത്തിയതോടെയാണ്. ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. കൂട്ടത്തോടെ ഈ മാനുകളുടെ ഇടയിലേക്ക് തെരുവുനായ കൂട്ടം ചാടി ആക്രമിക്കാൻ മുതിരുമ്പോഴുള്ള ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാനുകൾ എത്തി. അങ്ങനെയാണ് മാനുകളുടെ മരണത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്നാണ് അരുൺ സക്രിയ വ്യക്തമാക്കിയത്. എന്തായാലും കൂടുകളുടെ, അവിടെയുള്ള എല്ലാ മൃഗങ്ങളുടെയും കൂടുകൾ വ്യക്തമായി ഈ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ മാനുകളുടെ കൂടിന്റെ ഈ ചെറിയൊരു ഗ്യാപ്പ് ഉള്ളത്, ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അവിടെ മൊത്തത്തിൽ എല്ലാ കൂടുകളുടെയും സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് കൂടി ഈ സംഘം, ഇന്നലെ അവിടെ പരിശോധന നടത്തിയ സംഘം എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി അരുൺ സക്രിയ വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപ്തി, ശരി. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ മാനുകൾ ചത്തത് തെരുവ് നായ ആക്രമണത്തെ തുടർന്നാണെന്ന് ഒരു സ്ഥിരീകരണമാണ് ഡോക്ടർ അരുൺ സക്രിയ നൽകുന്നത്. ക്യാപ്ചർ മയോപ്പതിയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയത് എന്നാണ് പറയുന്നത്. ഭയം കൊണ്ട് ഓടിയ മാനുകൾ ഭിത്തിയിൽ ഇടിച്ചുണ്ടായ ഒരു പരിഭ്രാന്തിയാണ് ഇത്തരത്തിലൊരു മാനുകളുടെ മരണത്തിന് ഇടയാക്കിയത് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച തെരുവുനായയുടെ ആക്രമണമാണ് ഇത്തരത്തിൽ മാനുകൾ ചത്തൊടുങ്ങാൻ കാരണം എന്നൊരു സ്ഥിരീകരണമാണ് ഡോക്ടർ അരുൺ സക്രിയ നൽകുന്നത്. ക്യാപ്ചർ മയോപ്പതിയാണ് മാനുകളുടെ മരണത്തിന് ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ആക്രമണത്തിന്റെ പാടുകൾ മാനിന്റെ ശരീരത്തിലുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എല്ലാ കൂടുകളുടെയും സുരക്ഷ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും അരുൺ സക്രിയ പറഞ്ഞു. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.